आपका नाम क्या भैया? अपना नाम? मेरा नाम मोहम्मद दीपक है भाई। मोहम्मद दीपक है आपका नाम? ദീപക് എന്ന ഹൈന്ദവ സഹോദരൻ ഇന്ന് ഇന്ത്യയുടെ ആകെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിൽ വയോധികനായ ഒരു മുസ്ലിം വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഷോപ്പ് അടപ്പിക്കാനും ആക്രമിക്കാനും ഹിന്ദുത്വ തീവ്രവാദികൾ ശ്രമിച്ചപ്പോൾ നിർഭയം ദീപക് അവരെ നേരിട്ടു. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, ഒരു മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനും ചോദ്യം ചെയ്യാനും നിങ്ങൾ ആരാണ്? അതിന് എവിടുന്നാണ് നിങ്ങൾക്ക് അധികാരം കിട്ടിയത്? ഈ സംഭവം പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയയിലാകെ വലിയ വൈറലായി. മാറിയ ഇന്ത്യയുടെ ക്രൂരമായ മുഖം വെളിവാക്കുന്ന ഈ സംഭവം വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. അക്രമികളിൽ ഒരാൾ തൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് ദീപക് എന്നാണെന്നും എന്താ തനിക്കതിൽ വല്ല പ്രശ്നമുണ്ടോ എന്നും ദീപക് തിരിച്ചു ചോദിച്ചു. ഇവിടെ ഞങ്ങൾ ഹിന്ദുവും മുസ്ലിമും ഒന്നാണെന്നുള്ള നന്മയുടെ സന്ദേശമാണ് ദീപകിൻ്റെ ആ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടതെന്നും ആ നന്മ നിറഞ്ഞ ഹൃദയവും പ്രവൃത്തിയും ഓരോ ഇന്ത്യക്കാരനും മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഈ സംഭവം ഷെയർ ചെയ്തതോടുകൂടി ഇന്റർനാഷണൽ ലെവലിലും ദീപകിന് വലിയ സ്വീകാര്യതയും പിന്തുണയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഏറെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ദീപക് സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചു. ഓരോ ഇന്ത്യക്കാരനെയും തൊട്ടുണർത്തുന്ന ആ വീഡിയോ നമ്മൾ ഓരോരുത്തരും കാണേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. नमस्कार, जय सिया राम, अस्सलाम वालेकुम, सत श्री अकाल, केम छो? നമസ്കാരം, ജയ് ശ്രീറാം, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഹിന്ദു മുസ്ലിം എന്നതിനപ്പുറം ആത്യന്തികമായി ഞാനൊരു മനുഷ്യനാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തിനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്നു, അല്ലാതെ ഏതെങ്കിലും മതങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനുമായി ബന്ധപ്പെട്ട് ഹിന്ദു മുസ്ലിം എന്ന പേരിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ പറഞ്ഞ് ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിലോ അഭിപ്രായത്തിലോ ശരിയല്ല. അങ്ങനെ സംഭവിക്കാനേ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ. നമ്മുടെ രാജ്യത്ത് സ്നേഹം ആവശ്യമാണ്. പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ നിർബന്ധമാണ്. ഞാൻ ആരെയും വെറുക്കാറില്ല. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും വെറുക്കാം, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ സ്നേഹിക്കുന്നതും സ്നേഹം പങ്കിടുന്നതും വലിയ കാര്യമാണ്, വലിയ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് പ്ലീസ് ദയവായി നമ്മുടെ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. നന്ദി. ഇതാണ് ദീപക് എന്ന ആ സഹോദരൻ രാജ്യത്തോട് ആവശ്യപ്പെടുന്നത്. നന്മയുടെ സന്ദേശമാണ് അദ്ദേഹം ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. നോക്കൂ, 2014 മുമ്പ് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ എവിടെയെങ്കിലും നിന്ന് എല്ലാവരെയും സ്നേഹിക്കൂ, നമ്മുടെ രാജ്യത്തിന് സ്നേഹം ആവശ്യമാണ്, എല്ലാവരും ഒന്നിച്ചു മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയുകയും ഉണർത്തുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന സ്നേഹരാഹിത്യം നിറഞ്ഞ ഒരു സാഹചര്യം മുമ്പെങ്ങും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരാണ് നമുക്കിടയിൽ ഈ രീതിയിൽ വിഭജനത്തിൻ്റെ വിത്തുകൾ പാകിയതെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ പോരാടാൻ നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണം. അവരിൽ നിന്നും നമ്മുടെ പഴയ ഇന്ത്യയെ തിരിച്ചു പിടിക്കണം.